യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഈ സ്കൂളിൻ്റെ ചെയർമാൻ, നമ്മുടെ വിശിഷ്ടാതിഥി നിവേദിത, PJK പിള്ള സാറ്, രാജശേഖരൻ സാറ്, ദിലീപ് V കൈമള്, PTA റെപ്രസെൻറ്റേറ്റീവ് ശബരിനാഥ് സാറ്, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പല് JC T എബ്രഹാം, ഇവിടെ വന്ന പേരൻസ്, കുട്ടികൾ, മറ്റ് ടീച്ചേഴ്സ്, സ്കൂളിലെ ജീവനക്കാർ, ഏവർക്കും നമസ്കാരം. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഈ സ്കൂളിൻ്റെ ആരംഭ ദിശയിൽ തന്നെ എനിക്ക് ഈ വാർഡിൻ്റെ മെമ്പറായിരിക്കുവാനും ഈ സ്കൂളിൻ്റെ ഓരോ കാര്യങ്ങളിലും ഈ കാര്യങ്ങൾ പങ്കെടുക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട രാജശേഖരൻ സാറ്, ഗീതാ മാമ, അതുപോലെ തന്നെ PGR സാറ്, ഇവരൊക്കെ ഓരോ ആവശ്യത്തിനും ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്നെ വിളിക്കുകയും കാര്യങ്ങളിലൊക്കെ ഇവിടെ എനിക്ക് സഹകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു മാതൃകാ വിദ്യാലയമാണ് ഭവൻസ് സ്കൂള് എന്ന് നമുക്ക് പറയാം. വളരെ അച്ചടക്കത്തോടു കൂടി നടത്തുന്ന ഈ സ്കൂള്, ഇവിടുത്തെ പേരൻസ്, കുട്ടികൾ, ഇവിടുത്തെ PTA, പ്രിൻസിപ്പല്, എല്ലാവരുടെയും മാനേജ്മെൻറ്റ്, എല്ലാവരുടെയും ഒത്തൊരുമയോടെയുള്ള ഒരു സഹകരണത്തോടു കൂടി ഈ വിദ്യാലയം നന്നായി പ്രവർത്തിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സ്കൂളിലേക്കുള്ള വഴിയൊക്കെ ടാർ ചെയ്തു. ഇനി സ്കൂളിൽ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് കുറേ വെള്ളക്കെട്ടൊക്കെ ഉള്ള ഭാഗമുണ്ട്. അതിന് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ വാനൊക്കെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ പ്രയാസമേറിയ ഒരു അന്തരീക്ഷത്തിൽ കൂടി ആയിരുന്നു പോന്നുകൊണ്ടിരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾക്ക് MLA സംസാരിച്ച അനുസരിച്ച് ഇവിടെ വയലപ്പള്ളി തൂക്കുപാലം ഒരു പാലമാകുന്നത് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞത്, സാറ് മന്ത്രിയായി കഴിയുമ്പോൾ 3 പാലങ്ങൾക്കാണ് അനുമതി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സർവേയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും വയലപ്പള്ളി തൂക്കുപാലം ഒരു നല്ല പാലമായി വരുവാനും ഈ വിദ്യാലയം പുരോഗതിയിലേക്ക് നയിക്കുവാനും അത് പ്രയോജനകരമാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ഹൈമാസ്റ്റ് ലൈറ്റ് ഈ ഭാഗത്ത്, ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നുണ്ട്. അതിനായും നമ്മൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഭവൻ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള വഴിയും ടാർ ചെയ്യുവാൻ 4 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. റോഡ് മുഴുവൻ പൂർണ്ണമായും ടാർ ചെയ്യും. ഇവിടുത്തെ കുട്ടികളെല്ലാം പഠിച്ചു മിടുക്കരായി നല്ല നിലകളിൽ എത്തുമാറാകട്ടെ. വീണ്ടും സ്കൂള് ഡെവലപ്പ് ചെയ്ത് ഉന്നതങ്ങളിലേക്ക് എത്തുമാറാകട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ, കോട്ടയം ഭാരതീയഭവൻ കോട്ടയം കേന്ദ്ര ചെയർമാൻ ഡോക്ടർ അശോക് AR, നമ്മുടെ ചീഫ് ഗസ്റ്റ് പ്രശസ്ത ഗായിക നിവേദിത S, പിന്നെ ഫ്ലവർ ടോപ്പ് സിംഗറാണ്. ഇവിടെ തിരുവഞ്ചൂർക്കാരി തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും. ആ കുഞ്ഞിൻ്റെ പാട്ട് നമ്മൾ കേട്ടു. ഇന്ന് നമ്മളെ സ്വാഗതം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ലളിത സുരേഷ് ബാബു സംസാരിച്ചു. പിന്നിലെ ദിലീപ് കൈമൾ, പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ശബരിനാഥ്, സ്കൂൾ പ്രിൻസിപ്പൽ SC എബ്രഹാം, വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന കുഞ്ഞ് നിരുപമ ശബരിനാഥ്, ഏറ്റവും പ്രിയമുള്ള പേരൻസ്, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, എല്ലാത്തിനുപരി നമ്മുടെ സ്കൂളിലെ കുട്ടികൾ,
ഭവൻസ് സ്കൂൾ ശൃംഖലയിലെ ഒരു സ്കൂളായ ഈ സ്കൂളിൻ്റെ 10ാമത് വാർഷികാഘോഷം അത് ഗംഭീരമായി സംഘടിപ്പിച്ചതിൽ സ്കൂൾ അക്കാഡമിക് കോർഡിനേറ്റർ ജെയ്സ് ഇടത്തിനും സ്കൂൾ പ്രിൻസിപ്പൽ റസീറ്റി പ്രധാനും ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും അവരുടേതായ പങ്കുകൊണ്ട് അത് ഗംഭീരമായിട്ട് അവർ സംഘടിപ്പിച്ചു. അവരെ സംഘാടക മികവിന് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് പറയും. നമ്മുടെ ഈ സ്കൂളിൽ 110 കുട്ടികൾ മാത്രമുള്ള ഒരു സ്കൂളിൽ ഇത്രയും വലിയൊരു വാർഷിക ആഘോഷം നടത്തുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ്. ഒരു സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ ഒരു ആകാംക്ഷയാണ് 110 കുട്ടികളുള്ള ഈ സ്കൂളിലെ 12 അധ്യാപകരുണ്ട്. നമുക്കൊരു സ്കൂൾ ഒരു എക്കണോമിക്കലി വയബിൾ ആകണമെങ്കിൽ 30 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നതായിരുന്നു. കാരണം നമുക്കിത് 360 കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എക്കണോമിക്കലി വയബിൾ ആയിട്ട് ഈ സ്കൂളിലെ കൊണ്ടുപോകാൻ സാധിക്കും. ഭവൻസ് ഹെഡ് ഓഫീസ് അകവഴിച്ച് സഹായിക്കുന്നത് കൊണ്ട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ റവന്യൂ ഇൻകം കൊണ്ട് നമ്മുടെ റവന്യൂ എക്സ്പെൻസ് എല്ലാം നടക്കണം. ടീച്ചേഴ്സിന് ഭവൻസിന് എല്ലാ സ്കൂളുകളിലും മെച്ചപ്പെട്ട സാലറി കൊടുക്കുന്നുണ്ട്, ശമ്പളം കൊടുക്കുന്നു. അവരുടെ ആ ഡിഗ്നിറ്റി എപ്പോഴും ഉയർത്തി കാണിക്കാൻ ഭവൻസിന് എല്ലാ സ്കൂളുകളിലും ഭവൻസിന് സംസ്കാരമാണ്. ഭവൻ സ്കൂളുകളുടെ സംസ്കാരത്തിന് ഉയരാനും അതനുസരിച്ച് കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ടീച്ചേഴ്സിന് അനുഭവം, അതായത് ഭവൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന അടുത്ത 2 വർഷത്തിനുള്ളിൽ എങ്കിലും നിങ്ങൾ ഈ 360 അനുവാദത്തിലേക്ക് എത്തണം. അപ്പോഴത്തേക്ക് നമുക്ക് 8, 9, 10 ക്ലാസ് ആകും. വീണ്ടും ഒരു 7 ടീച്ചേഴ്സ് കൂടെ വേണ്ടി വരും. അപ്പൊ അതനുസരിച്ച് എങ്കിൽ പോലും ഒരു 400 കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ഇവനിലേക്ക് എത്താൻ സാധിക്കും. ഒരു ലാഭമോ നഷ്ടമോ ഇല്ലാതെ റവന്യൂ ഇൻകം കൊണ്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇവിടെയാണ് ഏറ്റവും പ്രിയമുള്ള പേരൻസിനോട് എനിക്കൊരു അപേക്ഷ ഉള്ളത്. ഈ പേരൻസിന്റെ ഒരു കൂട്ടായ്മയില്, പേരൻസിന്റെ ഒരു സഹായത്തില് ഈ സ്കൂളിനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞാൽ പോലും നമുക്ക് അടുത്ത വർഷങ്ങളിൽ അഡ്മിഷൻ കൂട്ടാൻ സാധിക്കും. നമ്മുടെ അയൽവക്കത്തുള്ളവരോട് പറയുക, പരിചയക്കാരോട് പറയുക. ഈ സ്കൂളിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇപ്പം മാഡവും ചെയർമാനോട് പറഞ്ഞു, നമുക്ക് CBSE അഫിലിയേഷൻ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം. ഇപ്പൊ അത് മാറുകയാണ്. സ്കൂളിൽ വേണ്ട ഒരു CBSE അഫിലിയേഷൻ വേണ്ട 2 ഏക്കർ സ്ഥലം അത് നമ്മൾ അക്വയർ ചെയ്യുകയാണ്. അപ്പം ആ ഒരു പ്രശ്നം മാറി. പിന്നെ പറഞ്ഞത് നമ്മുടെ വാർഡ് മെമ്പർ പറഞ്ഞ ഒരു കാര്യം, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഒരു സ്കൂളിനെ സംബന്ധിച്ച്, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കണക്ടിവിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു അതർ സിറ്റീസ് ആൻഡ് നിയർ ബൈ സെന്റേഴ്സ്. നമ്മുടെ ഈ സ്കൂള് ഏറ്റവും കണക്ടിവിറ്റി ഉള്ള സ്കൂളാണ്. ഇത് സെൻട്രലി ലൊക്കേറ്റഡ് സ്കൂളാണ്. ഇത് വിജയപുരം പഞ്ചായത്ത് സ്ഥിതി ചെയ്ത സ്കൂള് തൊട്ട് അയക്കുന്ന പഞ്ചായത്തുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയായിട്ട് ബൗണ്ടറി ചെയ്യുന്നുണ്ട്. കോട്ടയം മുനിസിപ്പാലിറ്റി ആയിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. അയക്കുന്ന മണനാട് പഞ്ചായത്തുമായിട്ടുണ്ട്. അതിരമ്പുഴമുള്ള പഞ്ചായത്തുകൾ നമ്മൾക്ക് അടുത്തതാണ്. അപ്പം കണക്ടിവിറ്റിയെ സംബന്ധിച്ച് നമുക്കൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ കണക്ടിവിറ്റി ആക്സസ്, നമുക്ക് നമ്മുടെ ആക്സസ് എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതാണ് ഒരു പ്രശ്നം. ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചത് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴികളുടെ ചെറിയ വഴിയാണ്. ഒരു വണ്ടി വരുമ്പോൾ എതിരെ ഒരു വണ്ടി വന്നാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ. അതിന് ഒരു പരിഹാരം എന്ന രീതിയിൽ നമ്മുടെ വാർഡ് മെമ്പർ പറഞ്ഞത് വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. ഒന്ന് പറഞ്ഞത്, ഇത് വീതി കൂട്ടി, ഏകദേശം വീതി കൂട്ടി, അത് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ വീതി കൂട്ടി ഒരു 13 അടി വീതിയിലുള്ള റോഡാക്കി മാറ്റി. രണ്ടാമത് പറഞ്ഞത്, നമ്മളുടെ ഈ തൂക്കുപാലം ഒരു പെർമനന്റ് ആയിട്ട് വലിയ പാലമാക്കി മാറ്റാനുള്ള ആ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. വാർഡ് മെമ്പർ അത് മുമ്പ് നിർത്തിക്കൊണ്ട്, ഞാൻ ഇടയ്ക്ക് MLA കണ്ടപ്പോൾ MLA ഈ അഭിപ്രായം പറഞ്ഞു. വാർഡ് മെമ്പറെ മുൻനിർത്തി ഒരു ജനകീയ സമിതി രൂപീകരിക്കാനാണ്. അപ്പൊ ഈ സമിതിയിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും പങ്കെടുക്കാം, നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. അപ്പൊ ഉള്ള പ്രശ്നം അപ്രോച്ചിനോട് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും
ഈ നാടിന്റെ വളർച്ചയും നാടിന്റെ പുരോഗതിയും ഈ ഒരു നല്ല റോഡാണ്. ആ റോഡിന് ഈ പ്രദേശത്തുള്ളവർ സഹകരിക്കുമ്പോൾ നമുക്ക് അപ്രോച്ച് റോഡ് നന്നാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഈ പ്രാഥമിക പ്രശ്നങ്ങൾ, നമ്മൾ നേരത്തെ കെട്ടുന്ന പ്രശ്നങ്ങൾ ഓരോന്നോരോന്നും മാറി വരുന്നു. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ സ്കൂളിലെ കുട്ടികളെല്ലാം കൂട്ടാൻ നമ്മൾ ഓരോരുത്തരുടെയും സഹായം ഞാൻ അപേക്ഷിക്കുന്നത്, അഭ്യർത്ഥിക്കുന്നു. ആയിരത്തി 1938 ഭാരത വിദ്യാഭവൻ സ്ഥാപിക്കുമ്പം ഇതിന് സ്ഥാപകൻ ഡോക്ടർ കെ മനുഷ്യന്റെ മനസ്സിൽ 2-3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഇന്ത്യയെ, ഭാരതത്തെ സെന്റർ ഓഫ് നോളജ് ആക്കുക, സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ ആക്കുക. അന്നത്തെ ഒരു സ്വപ്നമായിരുന്നത്. അത് സാധിക്കുമെന്ന് ഉദ്ദേശിച്ചില്ല. പണ്ടൊരു കാലത്ത് വിദ്യാഭ്യാസം തളച്ച് വളർന്നതിന് സ്ഥലമെന്ന രീതിയിൽ അദ്ദേഹം ആഗ്രഹിച്ചു ഒരു സെന്റർ ഓഫ് നോളജ് ആക്കുക, സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ ആക്കുക. മറ്റൊന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് എല്ലാ മതങ്ങൾക്കും ഒരേപോലെ ജീവിക്കാൻ സാധിക്കുന്ന, എല്ലാ മതത്തിലെ കുട്ടികൾക്കും ഒരേപോലെ പഠിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനം. അങ്ങനെയാണ് അദ്ദേഹം വന്നത് സർവധർമ്മങ്ങളും ഒരേപോലെ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു സ്ഥാപനം, സർവധർമ്മ സമഭാവന. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. മറ്റൊന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് സാംസ്കാരികമായിട്ടും ഇന്ത്യയുടെ പാരമ്പര്യത്തെ ഉയർത്തിക്കാട്ടുന്നതായ ഒരു സെന്റർ ഉണ്ടാകണമെന്ന്. അതും ഇന്ന് ഭാരതീയ വിദ്യാഭവന്റെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രം ലണ്ടനിലാണ്. ലോകത്ത് എവിടെയുള്ള സാംസ്കാരിക കേന്ദ്രത്തെക്കാട്ടി മെച്ചപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രം ലണ്ടനിലാണ്. അപ്പൊ ഈ ഭാരതീയ വിദ്യാഭവന്റെ ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, വിദ്യാഭ്യാസത്തില് മുന്നോക്കം പോവാ. ആ കാര്യങ്ങൾ അന്ന് ഒരുപക്ഷെ ഡോക്ടർ കെ മനുഷ്യ ആഗ്രഹിച്ച കാര്യങ്ങള്, സ്വപ്നം കണ്ട കാര്യങ്ങള് ഇന്ന് നമ്മൾ ഈ 2024 യാഥാർത്ഥ്യമായിട്ട് കാണുകയാണ്. ഇത് ലോക ഭൂപടത്തില് ലോകത്തിന്റെ നേതാവായി വരുന്ന ഇന്ത്യ നമ്മളിപ്പോ കണ്ടു. അത് AI വരെ എത്തിയിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ഇപ്പൊ നമ്മുടെ സമ്മേളനം നടന്ന് കണ്ടു. Where the impact of AI, impact of artificial intelligence submits. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ സാമൂഹ്യ, സാംസ്കാരിക, വ്യാവസായിക മേഖലയിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നു, എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു, അതായിരുന്നു ആ സമ്മേളനത്തിന്റെ ചർച്ചാ വിഷയം. എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും ഉയർച്ച, വളർച്ച, ഇതെങ്ങനെ, അതായിരുന്നു ഈ സമ്മേളനത്തിന്റെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മേളനം ഇന്ത്യ നടത്തുമ്പോൾ ലോകത്ത് എവിടെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ പ്രമുഖരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസില് അല്ല, ഇന്റലിജൻസ് നോക്കിക്കഴിഞ്ഞാല് ലോകരാഷ്ട്രങ്ങളുടെ റാങ്കിങ് നോക്കുമ്പോൾ, ഇന്റലിജൻസിന്റെ റാങ്കിങ്ങിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ റാങ്കിങ് നമ്പർ 1 ആണ്. ഈ മാറ്റങ്ങൾക്കൊപ്പം നമുക്ക് പോകണം. ഈ മാറ്റങ്ങൾക്കൊക്കെ കുട്ടികളെ നമുക്ക് രൂപപ്പെടുത്തണം, മോൾഡ് ചെയ്യണം. അത് നമുക്ക് ഇതുപോലൊരു സ്കൂളിലെ സാധിക്കുള്ളൂ. അതിനുള്ള ഈ ഭാരതീയ വിദ്യാഭവന്റെ സംരംഭത്തില് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ എഞ്ചിനീയേഴ്സ് ലോകത്തുള്ളത്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ IT പ്രൊഫഷണൽസ് ഉള്ളത്. ഇന്ത്യയാണ്. ഒരുപക്ഷെ അമേരിക്ക, നാസ, ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഇല്ലെങ്കിൽ പ്രവർത്തനം നിന്നു പോകുന്ന അവസ്ഥയാണ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ഉള്ള ഈ ഇന്ത്യയുടെ ഒരു ഭാഗമായി മാറാൻ നമുക്ക് സാധിച്ചില്ല. അഭിമാനം കൊള്ളണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ മോൾഡ് ചെയ്യാൻ ഭാരതീയ വിദ്യാഭവൻ സാധിക്കട്ടെ എന്ന് അതിനുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സമർപ്പണവും സഹായവും ഉണ്ടാകട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നന്ദി. Thank you, sir. Now I request Dilip E. Kaiman, Treasurer, Bhavans Vidya Mandir, Kottayam, to say a few words to us.